അന്നേരം നമ്മൾ 1:30 ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീടാണ് അവിടെ കാണുന്നത്. ഞാൻ ആൻറ്റിയെ കൊണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ആൻറ്റിയാണ് ഫസ്റ്റ് കണ്ടത്. റെയിൽവേ ട്രാക്കിൽ അവിടെ എന്തോ വാഴയാണെന്ന് തോന്നുന്നു ഒടിഞ്ഞ് കിടക്കുന്നത്. ഇവിടെ കുറേ വാഴ നിൽക്കുന്നതുകൊണ്ട് വാഴ ഒടിഞ്ഞ് വീണ് കിടക്കുന്നതൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പം പോസ്റ്റ് കറക്റ്റ് ഒരു പോസ്റ്റിൻ്റെ നല്ല വെയിറ്റുള്ള ഭാവം നോക്കി പാളത്തിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് കാണുന്നത്. അന്നേരം തന്നെ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ പോസ്റ്റ് ഒടിഞ്ഞ് വീഴാൻ പറ്റിയ പോസ്റ്റുകളൊന്നും ഇവിടെ ഇല്ല. ആരോ മനഃപൂർവ്വം എടുത്ത് വെച്ചേക്കുന്ന പോലെയാണ് കണ്ടത്. അന്നേരം നമ്മൾ പോയി നമ്മളെ ഗേറ്റ് കീപ്പറിൽ പോയി ഇൻഫോം ചെയ്തു. ഇവിടുത്തെ നമ്മളെ ആറുമുക്കട ഗേറ്റ് കീപ്പറിലും ചെയ്തു, പള്ളുമുക്കിലെ ഗേറ്റ് കീപ്പറിലും ചെയ്തു. അപ്പോൾ പള്ളുമുക്കിലെ ചേട്ടനാണ് എൻ്റെ കൂടെ ഓടി വന്നത്. ഇവിടെ വന്നിട്ട് പുള്ളി വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു. അതുകൊണ്ട് കുറേ നേരം ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ 3 പേരും കൂടെയാണ്, ഞാനും എൻ്റെ കസിനും ഉണ്ടായിരുന്നു. കസിനും ആ ഗേറ്റ് കീപ്പറും കൂടെ ചേർന്ന് ആ സാധനം പൊക്കിയെടുത്ത് ഈ മൂലയ്ക്ക് കൊണ്ടിട്ട് ട്രാക്കിൻ്റെ സൈഡിലേക്ക്, നല്ല വെയിറ്റുള്ള സാധനമാണ്. നമുക്ക് 3 പേര് പൊക്കിയിട്ട് പൊങ്ങുന്നില്ല. അങ്ങനെ ട്രാക്കിലേക്ക് ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് പോലീസ് വരുന്നത്. അപ്പോഴത്തേക്ക് പോലീസ് വന്ന് അവർ പറഞ്ഞു നമുക്ക് ഇവിടെ ഇടണ്ട, ഇവിടുന്ന് ആൾക്കാർ നടന്നു പോയാണ്ട് തട്ടി വീഴാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഇവിടെ ഇടണ്ട, നമുക്ക് കുറച്ചും കൂടെ മാറ്റിയിടാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റിയിട്ട് ആ സൈഡിലേക്ക്, ട്രാക്കിൻ്റെ അപ്പുറ സൈഡിലേക്ക്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം പോയി. പോലീസും വന്ന് എല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെയാണ് അറിയുന്നത് വീണ്ടും ആ സെയിം സാധനം എടുത്ത ആ പാളത്തിൽ അതേപോലെ വെച്ചിട്ടുണ്ടെന്ന് പിന്നെ രാവിലെ ആകുമ്പോഴാണ് അറിയുന്നത്. അത് നമ്മൾ എനിക്ക് തോന്നുന്നത് ഇവര് പിന്നെ ഞങ്ങൾ പോയ ഉടനെ എടുത്ത് വെക്കണമെങ്കിൽ അവർ ഇവിടെ എടുത്ത് ഞങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നതാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഞങ്ങൾ പോയ ഉടനെ പിന്നെ എടുത്ത് വെക്കേണ്ട അവന്മാർ വീട്ടിൽ വന്ന് കാണും, വെക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെയും വന്ന്. എഴുകോൺ പോലീസും കൂടെ ചേർന്നാണ് ഞങ്ങൾ എടുത്ത് മാറ്റിയത്. പിന്നെ പോലീസ് ഒരു ജീപ്പ്, ഞാൻ മറ്റേ ഗേറ്റ് കീപ്പറിനെ തിരിച്ച് കൊണ്ടാക്കാൻ ട്രെയിൻ വരാൻ സമയം, അപ്പോൾ കൊണ്ടാക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ജീപ്പ് ഇങ്ങോട്ട് വിടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വന്നില്ല. പിന്നെ രാവിലെ ആകുമ്പോഴാണ് അറിയുന്നത് ഇതേപോലെ വീണ്ടും സാധനം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. കാരണം ഇത് നല്ല വെയിറ്റുള്ള ഭാഗമാണ്, ഒരു സൈഡിലേക്ക് പൊള്ളയാണ്, നല്ല വെയിറ്റുള്ള ഭാഗമാണ് എടുത്ത് ഈ പാളത്തിലേക്ക് വെച്ചിരിക്കുന്നത്. ഈ പോലീസ് പോസ്റ്റ് എടുത്ത് സൈഡിലേക്ക് തന്നെ ഇടുമായിരുന്നോ? അങ്ങനെയാണ് പോസ്റ്റ് എടുത്ത് നമ്മൾ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ കുറച്ചും കൂടെ ഉള്ളിലേക്ക് ആദ്യം ഞങ്ങൾ മാറ്റി കുറച്ചും കൂടെ മാറ്റി ഇട്ടു. കാരണം അത് പൊക്കിയെടുത്ത് ഇതിലെ കൂടെ പൊക്കിയെടുത്ത് ഞങ്ങൾ 3 പേർക്കും കൂടെ പറ്റത്തില്ല. പിന്നെ പോലീസുകാർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാം കൂടെ പൊക്കിയിട്ട് നല്ല പാടായിരുന്നു. ഈ ട്രാക്കിൽ കൂടെ പൊക്കി നടക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ കുറേ കൂടെ അങ്ങോട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എഴുകോൺ പോലീസായിരുന്നു അന്ന് അപ്പോൾ വന്നേ. കുണ്ട പോലീസിനെ ഞങ്ങൾ കണ്ടില്ല.